ഇന്നും നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുന്നത് പോലെ ഒരുപാട് നല്ല വിശേഷങ്ങളും ഒരുപാട് നല്ല നല്ല പാട്ടുകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. ഐശ്വര്യമായിട്ട് കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സോ ലെറ്റ്സ് വെൽക്കം ആര്യ ചേച്ചി, മധു അങ്കിൾ ആൻഡ് MJ അങ്കിൾ. വെൽക്കം. അപ്പൊ മൂന്നുപേരെ റെഡി അല്ലേ? നമുക്ക് തുടങ്ങാം. യെസ് മീനുകൂടാ, എന്തോ നമുക്ക് ഒരു ഡെഡിക്കേഷൻ റൗണ്ടിലേക്ക് പോയാലോ? ഓ, അത് വളരെ നല്ലൊരു കാര്യമാണ്. ക്യാപ്റ്റൻ, നമുക്ക് ആരെ വിളിക്കണം? നമുക്ക് സാരംഗിനെ വിളിച്ചാലോ? അവരാണ് ഡെഡിക്കേഷൻ ബെസ്റ്റ്. ബെസ്റ്റ് ആണ് ഡെഡിക്കേഷൻ. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി സാരംഗ് രാജീവൻ. യെസ്, വെൽക്കം സാരംഗൂട്ടൻ ഓൺ സ്റ്റേജ്. ഫ്രീക്കു. ഫ്രീക്കു, ഹലോ. ഹായ്. ഫ്രീക്കു വെറൈറ്റി ജീൻസ് ആണല്ലോ. എപ്പോഴും ഭയങ്കര സ്മാർട്ട് അതെ അതെ ചോയ്സ് ഓഫ് ക്ലോത്ത്സ് ആണ്. ഇത് ആരെ സെലക്ട് ചെയ്യുന്ന? അച്ഛനാണ്. അപ്പൊ രണ്ടുപേരും കൂടെ പോയി സെലക്ട് ചെയ്യുന്നതാണ് ആണോ? സാരംകുട്ടാ, എന്തോ സാർ? ആദ്യം ഇവിടെ സാരംകുട്ടൻ വന്നതും ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിനും മ്യൂസിക്കലി എന്താണ് സാരംകുട്ടന് തോന്നുന്നത്? നല്ലൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നാണ് എനിക്കൊരു തോന്നൽ. ഓക്കെ, ഇവിടുന്ന് ഇതുവരെയുള്ള ഈ ജേർണിയിൽ എന്ത് പഠിക്കാൻ പറ്റി? പാട്ട് നന്നായി ഓരോരോ ദിവസത്തിനുള്ളിൽ പഠിക്കാനായി. ഇതിനൊക്കെ സഹായിച്ചത് എന്താണ്? ഗ്രൂമേഴ്സിന്റെ വലിയൊരു പങ്ക് ഇതിലുണ്ട്. യെസ്, വെരി ഗുഡ്. പിന്നെ അച്ഛൻ, അമ്മ, പ്രത്യേകിച്ച് അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, പാട്ട് നോക്ക് നോക്ക് എന്ന് പറഞ്ഞ് പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്നിട്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ നോക്കും പാട്ട്. ഓക്കെ, എന്നിട്ട് പാട്ട് പഠിക്കുന്ന രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ച സ്ഥലത്തേക്ക് എത്തിയില്ല. അത് വന്നോ? പാട്ട് പഠിക്കുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും മാറ്റം വന്നോ? നേരത്തെ പഠിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പൊ പാട്ട് പഠിക്കുന്നത്? അല്ലല്ല, ആദ്യമൊക്കെ പഠിക്കുമ്പോ ലിറിക്സ് നോക്കിയായിരുന്നു പഠിക്കാറ്. ഇതിപ്പോ ആദ്യം കേട്ട് പഠിക്കും, എന്നിട്ട് വരിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്ത് പിന്നെ ഫുള്ള് കാണാപ്പാടായിട്ട് പഠിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. എന്നിട്ട് പിന്നെ എന്തൊക്കെയോ വിട്ടു പോകുന്നുണ്ട്. ക്ലൂ പറയാം. നേരെ നോക്ക് ഇങ്ങോട്ട്. എനിക്കത് കത്തിയില്ല കേട്ടോ. തലയ്ക്ക് കൈവച്ചിട്ട് എനിക്ക് കത്തിയില്ല കേട്ടോ. അതിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചല്ലോ മോനെ. ഞാൻ നോക്കി ഇനി എന്താ ഇത്രയും സഹായമൊക്കെ ചെയ്തിട്ടും പറഞ്ഞില്ലല്ലോ. അയ്യോ സാരമില്ല, നമ്മളെ കൂട്ടുകാരല്ലേ, ചുമ്മാ പറഞ്ഞാണ്. കൂട്ടുകാരെ പറ്റി രണ്ടു വാക്ക് പറയാനുണ്ടോ നിനക്ക്? കൂട്ടുകാരെ പറ്റി വളരെ ഫ്രണ്ട്ലി ആണ്. പിന്നെ എന്താ പറയാ, പറഞ്ഞു പറയിപ്പിക്കണം. നമ്മുടെ ടോപ്പ് ബാൻഡ് ചേട്ടന്മാരൊന്നും ചെയ്തില്ലേ? പിന്നെ പിന്നെന്താ പറയാത്തെ? പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ പിച്ചിന്റേതായാലും ചിലപ്പോ പിച്ച് കുറക്കേണ്ടി വരും, ചിലപ്പോ കൂട്ടേണ്ടി വരും. അതിനൊന്നും ഒരു മടിയും കൂടാതെ തന്നെ സൗകര്യം ചെയ്താറുണ്ട്. ഞാൻ വെറുതെ എന്തൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേടാ? അതെ, ഒരു വാക്കിൽ അവസാനിപ്പിച്ചു. പാവാണ്. അപ്പൊ മീനുട്ടിയും പറഞ്ഞു. ഇനി ആരെങ്കിലും വിട്ടുപോയോ? ഫുൾ ക്രൂ നമ്മുടെ രാകേഷ് രാകേഷ് സാർ, പിന്നെ വിഷ്ണു ചേട്ടൻ, അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഗ്രീൻസൺ ചേട്ടൻ, ജാക്കി ചേട്ടൻ. അപ്പൊ അതുകൊണ്ട് ഈ ക്രൂവിനാണ് ഇന്നത്തെ ഡെഡിക്കേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അതെ അതെ, എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യണം. എല്ലാവർക്കും. അപ്പൊ ആ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട് ഏതാണ്? ആണോ? ശരിക്കും എല്ലാവർക്കും ഡെഡിക്കേഷൻ? അച്ഛൻ അത് പറയാൻ പറഞ്ഞപ്പോ അവനങ്ങ് സമ്മതിച്ചു ആ ഫ്ലോയില്. നീ എന്തേലും നമുക്ക് തോന്നുന്നു വിചാരിച്ചിട്ടാ. അതെ അതെ, കുഴപ്പമില്ല. ഡെഡിക്കേറ്റ് ചെയ്യുന്ന അച്ഛന്റെ ഡെഡിക്കേഷൻ. അച്ഛന്റെ ചേട്ടനാണ്. അച്ഛന്റെ ചേട്ടനാണ്. അപ്പൊ അച്ഛന്റെ ചേട്ടൻ ഇപ്പോ ഞങ്ങളുടെ കൂടെ ഇല്ല. പണ്ട് അച്ഛന് 2 അനുജന്മാരും 2 ഏട്ടന്മാരാണുള്ളത്. അപ്പൊ അങ്ങനെ 5 പേരെയും പാട്ട് പഠിപ്പിച്ചതൊക്കെ അച്ഛന്റെ ഈ ചേട്ടനാണ്. പിന്നെ കലോത്സവത്തിന് ഒക്കെ പങ്കെടുപ്പിക്കുന്നതും ഈ ചേട്ടനാണ്. ഞാൻ അച്ചാച്ചൻ എന്നാ വിളിക്കുക. അപ്പൊ അച്ചാച്ചൻ എവിടെ പോയാലും ഈ പാട്ട് പാടുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. എനിക്ക് ഓർമ്മയില്ല. അന്നേരത്തെ അച്ഛൻ പറയൂ, അച്ചാച്ചൻ, അതായത് കുഞ്ഞാട്ടൻ എന്ന് അച്ഛൻ വിളിക്കുക. അപ്പൊ കുഞ്ഞാട്ടൻ എല്ലാം പോയി പാടും, എനക്കും ഭയങ്കര ഇഷ്ടമാന്ന് അച്ഛനും ഇങ്ങനെ പറയാറുണ്ട്. അന്നേരത്തെ അച്ഛന് എവിടെയെങ്കിലും അച്ഛൻ ചെറുതായിട്ട് പാടും. അങ്ങനെ അച്ഛൻ എവിടെയെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഈ പാട്ട് അച്ഛൻ ഒരിക്കലും ഒഴിവാക്കൂല. അപ്പൊ എന്തുണ്ടായാലും ചിലപ്പോ കരോക്കെ ഇല്ലെങ്കിൽ തന്നെ അച്ഛൻ എന്തായാലും അത് പാടിയിരിക്കും. അപ്പൊ അച്ഛൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടായതെന്ന്. ഏത് പാട്ടാ അപ്പൊ പാടുന്നത്? തങ്കത്തളികയിൽ. അപ്പൊ കുഞ്ഞാട്ടന്റെ ഓർമ്മയിലാണ് അല്ലേ? അതെ. അച്ഛനും അത് വളരെ സന്തോഷമായിരിക്കും. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് പറയൂ. മ്യൂസിക് ജി ദേവരാജൻ മാസ്റ്റർ, ലിറിക്സ് വയലാർ രാമവർമ്മ സാർ,
പിന്നെ ഫിലിം ഗായത്രി, ഉം. വർഷം 1973, പാടിയത് യേശുദാസ് സർ. വെരി ഗുഡ്. താങ്ക് യു ഓക്കെ, സർ. പിന്നെ തുടങ്ങാം. ഓക്കെ, All the best. താങ്ക് യു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ, അനംഗമന്ത്രമുണ്ടോ? തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, മുങ്ങിപ്പിഴിയാത്ത ചേലയും ചുറ്റി നീ മുടിയുലമ്പിക്കൊണ്ട് നിന്നപ്പോൾ ഇന്നു മുഖമൊന്നുയർത്താതെ മുങ്ങുമ്പോൾ പത്മതീർത്ഥത്തിലെ പാതി വിരിഞ്ഞൊരു പവിഴത്താമരയായിരുന്നു. കടവിൽ വന്നൊരു നുള്ളു തരാനെൻ്റെ കൈ തരിച്ചു, കൈ തരിച്ചു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, പുലരി പൂമുഖ മുറ്റത്തു കാലത്തു പുറം തിരിഞ്ഞിന്നു നീ നിന്നപ്പോൾ, നീ അരിപ്പൊടിക്കോലങ്ങൾ എഴുതുമ്പോൾ അഗ്രഹാരത്തിലെ ആരും കൊതിക്കുന്നോരഴകിൻ വിഗ്രഹമായിരുന്നു. അരികിൽ വന്നൊരു പൊട്ടുകുത്താൻ ഞാൻ ആഗ്രഹിച്ചു, ആഗ്രഹിച്ചു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, തുളുമ്പും പാൽക്കുടം അരയിൽ വച്ചു നീ തൊടിയിലെ ഗാഗിയായി വന്നപ്പോൾ, നിന്റെ ചൊടികളിൽ കുങ്കുമം കുതിരുമ്പോൾ നിത്യരോമാഞ്ചങ്ങൾ കുത്തുന്ന കുമ്പിളിൽ നിറയെ ദാഹങ്ങളായിരുന്നു. ഒരു പൂണൂലായി പറ്റിക്കിടക്കാൻ ഞാൻ കൊതിച്ചു നിന്നു, കൊതിച്ചു നിന്നു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ, അനംഗമന്ത്രമുണ്ടോ? തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ. ആഹാ, വെരി ഗുഡ്, വെരി ഗുഡ്. സാരംഗോ, എന്തോ സാർ. ഒരു ക്ലാസിക് സെലക്ഷൻ ആണല്ലോ. അതെ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും ദേവരാം മാസ്റ്റർ, അതെ. വയലാർ ദാസ് സാർ. വാട്ട് എ കോമ്പിനേഷൻ. എപ്പോഴും ഈ പാട്ടുകൾ കേട്ടാലും വീണ്ടും വീണ്ടും നമ്മൾ ആ കാലഘട്ടത്തിലേക്കും അന്നത്തെ പാട്ടുകളിലേക്കും ഒക്കെ പോവുകയാണ്. അത് ഇന്നും പ്രസക്തമാവുന്നത് ശരിക്കും പറഞ്ഞാൽ ടോപ്പ് സിംഗറിൽ അത് വരുമ്പോഴാണ്.
അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ പാഠപുസ്തകങ്ങളാണ്. തീർച്ചയായിട്ടും അതെ. ഈ പാട്ടുകളൊക്കെ പാടി പഠിക്കുക എന്നുള്ളത്. ഓ. അപ്പൊ എനിക്ക് ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഇത്രയും വോയിസ് ഓപ്പൺ അതെ, അല്ലാതെ അതെ. പാടാൻ പറ്റുമെന്നുള്ള. ആ. ആ പല്ലവി ഒന്ന്. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, തൈമാസ തമിഴ് പെണ്ണൊക്കെ കുറച്ചും കൂടി സ്നേഹത്തിൽ. തൈമാസ തമിഴ് പെണ്ണേ. അതാണ്. അതുപോലെ തങ്കത്തളികയിൽ തരാരി. ആ. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന പൊങ്കലുമായി വന്ന അങ്ങനെയുണ്ട്. തൈമാസ തമിഴ് പെണ്ണേ, തൈമാസ തമിഴ് പെണ്ണേ. തൈമാസ തമിഴ് പെണ്ണേ. അത്ര ശബ്ദം മതി. പിന്നെ അടുത്ത ലൈൻ. നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ, അനങ്ക മന്ത്രമുണ്ടോ, മന്ത്രമുണ്ടോ. അത് ചോദ്യല്ലേ? അതെ. അനങ്ക മന്ത്രമുണ്ടോ. അത് ചോദ്യമായിട്ട് വരണം. അതെ. അങ്ങനെയാണ് അത് പാടേണ്ടത്. അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ആ രീതിയിലാണ്. ആ. പിന്നെ കടവിൽ വന്നൊരു നുള്ളു തരാൻ. കടവിൽ ശബ്ദം. കടവിൽ വന്നൊരു നുള്ളു തരാൻ എൻ്റെ കൈ അത് കുറച്ച് ഹസ്കി. നിന്റെ കൈ തരിച്ചു. നിന്റെ കൈ തരിച്ചു. അടുത്ത കൈ തരിച്ചു. അങ്ങനെ പാടുക. ആ മേളിലുള്ള പോർഷൻസ് മോന് കുറച്ച് ടഫാണ്. അത്രയും മേളിൽ ഹിറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ശ്രുതി കുറച്ച് വെച്ചിരിക്കുന്നത്. അതെ അതെ. എന്നാലും മേളിൽ വരുമ്പോഴത്തേക്കും ഒരു സ്ട്രെയിൻ ഉണ്ട്. അത് സാരമില്ല. ഇപ്പോ ഈ ശബ്ദം ഈ രീതിയിലാണ് ഈ സമയത്ത് വരിക. അത് നാച്ചുറലാണ്. അത് കുഴപ്പമില്ല. പക്ഷെ എന്നാലും മോൻ ഈ പാട്ട് എടുത്തു കൊണ്ടുവന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. അപ്പൊ കൊതിച്ചു നിന്നു എന്നുള്ള അവസാനം വരെ ഒരു പൂണൂലായി പറ്റിക്കിടക്കാൻ ഞാൻ കൊതിച്ചു നിന്നു. അത് നന്നായിരുന്നു കേട്ടോ. അതെ, അപ്പോഴാണ് എന്നെ നോക്കിയത്. അതെ അതെ, അപ്പോഴാണ് മധുനെ നോക്കിയത്. ഇവിടെ എനിക്ക് നാച്ചുറൽ ആയിട്ട് ചില ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രേസസ് വരുമ്പോഴത്തേക്കും അറിയാതെ മധുവിനെ അങ്ങനെ നോക്കിപ്പോകും. അപ്പൊ തിരിച്ച് അതുപോലെ നോക്കുന്നുണ്ടോ? മധു ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുന്നുണ്ടാവും. അതങ്ങനെ സംഭവിക്കും. അപ്പൊ സാരംഗൻ ഒരു ചെറിയ സാരംഗനല്ല, വലിയ സാരംഗനായിട്ട് വളരേണ്ട ആളാണ്. അപ്പൊ പാട്ടുകളൊക്കെ ഇതുപോലെ സെലക്ഷൻ നല്ലതാണ്. ഇതിന്റെ ഈ രീതിയിലുള്ള അതിന്റെ ഉള്ളിലേക്ക് ടോർച്ച് അടിച്ച് നോക്കി പല കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പാടേണ്ടതുണ്ട്. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്കിൾ ഇത്രയും ലെക്ചർ ഇവിടെ നടത്തിയത്. ഓക്കെ, താരൻകുട്ട, നല്ല ബ്യൂട്ടിഫുൾ സെലക്ഷൻ. വല്യച്ഛന് അല്ലെങ്കിൽ അച്ചാച്ചന് ഡെഡിക്കേഷൻ ആണ്. അത് വളരെ നല്ലൊരു സെലക്ഷനാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ് അച്ചാച്ചന്റെ ഈ പാട്ട്. അപ്പൊ ഇതൊക്കെ ഇപ്പോഴും ഈ ഈ പ്രായത്തിലും ഇവിടെ വന്ന് പാടുക എന്ന് പറഞ്ഞാൽ അതും ഒരു വലിയ സംഭവമാണ്. നേരത്തെ മുതൽ പരിചയമുള്ള ഒരു പാട്ടാണല്ലോ അല്ലേ? അച്ചാച്ചൻ പാടി കേട്ടിട്ടുണ്ട്, അച്ഛൻ പാടി കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇപ്പൊ പാടിയപ്പോ മനസ്സിലായില്ലേ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് മിസ്സായത്. അപ്പൊ MJ അങ്കിൾ പറഞ്ഞു തന്നു ഇല്ലേ? പിന്നെ ഇത്തിരി ഞാനത് മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ഓപ്പൺ ആയിട്ടാണ് മോൻ പാട്ട് ആദ്യം മുതൽ അവസാനം വരെ പാടിക്കൊണ്ടിരുന്നത്. അതിലേറ്റവും ബെസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയെന്ന് പറഞ്ഞാൽ ഒരു പൂണൂലായി പറ്റിക്കിടക്കാൻ ഞാൻ കൊതിച്ചു നിന്നുള്ള ഭാഗം. ഒരു പൂണൂലായി പറ്റിക്കിടക്കാൻ ഞാൻ കൊതിച്ചു നിന്നു. അതുപോലെ തന്നെ ആദ്യം മുതലേ പാടണമായിരുന്നു. ആ ഒരു ഫീലിൽ ആ ഒരു പാട്ടിനെ സ്നേഹിച്ച് ഓമനിച്ച് പാടേണ്ട ഒരു പാട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് ഷാർപ്പായിരുന്നു ചില സ്ഥലങ്ങളിൽ ശ്രുതി ആദ്യമൊക്കെ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം മിടുക്കനായിട്ടുള്ള പാട്ടുകാരനാണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാട്ടുകളിൽ അത് വളരെ വളരെ കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ഇതും വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ
അതിമനോഹരായിരിക്കും. ഓക്കെ സാർ. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank you, sir. അത് സാരംഗുകുട്ടന് പറ്റും. ഓക്കെ, യെസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സാരംകോട്ടാ, എന്തോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? ആ. സാരംകോട്ടൻ ഈ പാട്ടില് പാടിയിരിക്കുന്ന ഓരോ അക്ഷരവും ഇങ്ങനെ പെറുക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതെ. അത്ര ക്ലാരിറ്റിയിലാണ് ഓരോ വാക്കും ഉച്ചരിച്ചിരിക്കുന്നത് അതെ. കേട്ടോ. അത് ഭയങ്കര രസമാണ്. അത് പലരും ഇങ്ങനെ ശ്രദ്ധിക്കാൻ, എസ്പെഷ്യലി ഈ പ്രായത്തിലൊക്കെ ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്ന സ്ഫുടതയാണ് ആക്ച്വലി സാരംകൂട്ടൻ ഈ ഏജിലുള്ളത് എന്നുള്ളത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി നമുക്കൊരു പഴയ പാട്ടും കൂടെ ആകുമ്പം അത് കുറച്ച് അധികം നമ്മൾ ശ്രദ്ധിക്കും അറിയാതെ. അപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ. താങ്ക് യു. അത് അങ്ങനെ തന്നെ പറയണമെന്ന് തോന്നി എനിക്ക്. പിന്നെ ഒരു കാര്യം, ഹൈ പാടുമ്പോഴേ, നമ്മളിപ്പം ലോ പാടുമ്പോഴും മിഡ് പാടുമ്പോഴും ഹൈ പാടുമ്പോഴും നമ്മൾ ഈ വോളിയം കൂട്ടേണ്ട ആവശ്യമില്ല. ഓ. മനസ്സിലായോ? ആ വോളിയം കൂടാതെ ആ നോട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റണം. എസ്പെഷ്യലി ഇങ്ങനത്തെ പാട്ടും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു രസത്തിൽ ഇങ്ങനെ പോവല്ലേ, ആ രസം കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, അതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത് കേട്ടോ. ഐ ലവ് ദ പ്രൊനൗൺസിയേഷൻ. അത് പിന്നെയും എടുത്തു പറയുന്നു, കിഡ്ലൻ പ്രൊനൗൺസിയേഷൻ. പെറുക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അക്ഷരങ്ങൾ. ഓക്കെ, നമുക്കപ്പോ മാർക്കിലേക്ക് കടക്കാം. ഓക്കെ, ശരി. സാരംകുട്ടന് ഇന്ന് 97 on 100. താങ്ക് യു സാർ. അപ്പൊ സാരംകുട്ട എന്നും പറയുന്ന പോലെ തന്നെ ഓൾ ദ വെരി ബെസ്റ്റ്. Thank you. പോയി പാട്ട് പഠിച്ചോ. ബൈ ബൈ. മധുങ്കൾ, പോയി. ഇനി വരാൻ പോകുന്ന ഒരു കോംബോ നമ്മൾ ഒട്ടും അങ്ങനെ എക്സ്പെക്ട് ചെയ്യാത്ത പക്ഷെ ഒരു കിടിലൻ കോംബോ, ആണല്ലേ? അങ്ങനെയുള്ള ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോ ആകാംക്ഷ കൂടുന്നു. കൂടണം, അതിനുവേണ്ടി ഇങ്ങനെയൊക്കെ പറയണേ. അതെ, ശരി, ഓക്കെ. നമ്മുടെ അനുഷ്ക കുട്ടിയും ശ്രീയ കുട്ടിയും എത്താണ്. So let's welcome ശ്രീയ and അനുഷ്ക on stage. നല്ല രസമല്ലേ? ഇതും ശ്രീയക്കുട്ടിയുടെ അമ്മയുടെ ഡിസൈൻ ആണ്. ഉറപ്പായിട്ടും ആയിരിക്കും. അല്ല, അനുഷ്കയുടെ സോറി, അനുഷ്കയുടെ അമ്മയുടെ ഡിസൈൻ. ഒരു ആഹാ അടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഓഹോ അടിച്ചിട്ടുണ്ട്. അനുഷ്കേ, എന്തോ എന്തൊരു വിശേഷങ്ങൾ. നല്ലൊരു വിശേഷം. നല്ലൊരു വിശേഷം. നല്ലൊരു വിശേഷങ്ങൾ. വിശേഷം. ശ്രിയ ഘോഷാൽ. അങ്ങനെ ആവട്ടെ. അപ്പൊ എന്തൊരു വിശേഷങ്ങൾ? നല്ല വിശേഷം. ഞങ്ങൾ രണ്ടാള് ശ്രേയ ഘോഷാലിന്റെ ഫാൻ, ഡൈ ഹാർട്ട് ഫാൻ. ആണല്ലേ? അപ്പൊ ആദ്യം വന്നപ്പോ എന്റെ ഡൈ ഹാർട്ട് ഫാൻ ആണെന്നൊക്കെ പറഞ്ഞല്ലോ അനുഷ്ക. അതാ ഞാൻ അപ്പൊ കുറെ ആൾക്കാരുണ്ടോ? അല്ല അല്ല നോ 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 നോ, ഐ എം വെരി പൊസസീവ്. ഞങ്ങളുടെ ഡൈ ഹാർട്ട് ഫാൻ ആണ് ശ്രേയ മാമിന്റെ. ക്യാപ്റ്റൻ, ഇത് ശരിയാണോ? ഒന്നിലധികം ആളുകളുടെ ഡൈ ഹാർട്ട് ഫാൻ ആവുന്നത് ശരിയാണ് ആക്ച്വലി. പാട്ടുകൾ ശ്രേയ മാം കുറെ പാടിയിട്ടില്ലേ, അപ്പോഴാണ് ഇഷ്ടം. അത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ശ്രേയഘോഷാല് പാടിയോണ്ടാണ് ഇഷ്ടമായത്. അത് കമ്പോസ് ചെയ്ത് ശ്രേയ കൊണ്ട് പാടിപ്പിച്ചില്ലേ മലയാളത്തില്, അതുകൊണ്ടാണ് ഇഷ്ടം. എല്ലാം മനസ്സിലായി. ആയിക്കോട്ടെ. അതായത് ശ്രേയ ഘോഷാല് വഴി അങ്ങനെ കുട്ടികളെ ഇഷ്ടപ്പെട്ടു. വഴി എന്നെ ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തൊക്കെയാണ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. വലിയ റിക്വസ്റ്റ് ആയിക്കോട്ടെ. ഞങ്ങളുടെ രണ്ടുപേരെ പറ്റിയും ശ്രേയ മാമിനോട് എന്തെങ്കിലും കാണുമ്പോഴോ വിളിക്കുമ്പോഴെങ്ങാനും പറയോ? പറയാലോ, പിന്നെന്താ. താങ്ക് യു. ശ്രേയ എപ്പോഴെങ്കിലും നേരിട്ട് കാണാൻ പറ്റട്ടെ. താങ്ക് യു സർ. നമുക്ക് നോക്കാം. ഹാപ്പി ആയി രണ്ടുപേരും. എനിക്ക് ശ്രീയെ കാണുമ്പോ കുറച്ച് ജോത്സ്നയുടെ ഛായ തോന്നാറുണ്ട്. അത് ഓർക്കസ്ട്രക്കാര് ജോത്സ്നേഷിനെ പോലെ ഉണ്ട്. അപ്പൊ ഏത് പാട്ട്? ഘനശ്യാമ. ഡീറ്റെയിൽസ് പറയട്ടെ. മ്യൂസിക് ഇളയരാജ സർ, ഇയർ 2000. ലിറിക്സ് കൈതപ്രം സാർ, സിംഗർ ഗായത്രി അശോകൻ. എല്ലാത്തിലും ആ ഒരെണ്ണുണ്ടല്ലോ. അത് ചിന്തിച്ച് പറയുന്നതാ. സിംഗർ ഗായത്രി അശോകൻ മാം. മൂവി കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. സ്വപ്നങ്ങൾ അറിയാതായിപ്പോയത്. ഒറ്റയ്ക്ക് ഡ്യുവറ്റ് പാടിയ ആളാണ് ഗായത്രി. അതെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ വീഴാൻ പോവാണെന്ന്. ഓക്കെ, കഴിഞ്ഞില്ലേ, തളർന്നു വീഴാൻ. ശ്രേയക്കുട്ടി, അനുഷ്ക കുട്ടി, ഭയങ്കര പ്രസൻസ് ഉണ്ട് കേട്ടോ രണ്ടുപേർക്കും. നിങ്ങൾ വന്ന് നിൽക്കുമ്പോ തന്നെ ആ ഒരു പ്രസൻസ് നിങ്ങളുടെ പ്രസന്റേഷനിലും നിങ്ങളുടെ പാട്ടിലും എനിക്ക് ഫീൽ ചെയ്തു. വിച്ച് ഇസ് അമേസിങ്. എനിക്ക് നിങ്ങൾ ഒരുമിച്ച് പാടുന്ന ആ ഭാഗങ്ങളൊക്കെ എത്തിയപ്പോഴത്തേക്കാണ് നിങ്ങളുടെ ആക്ച്വൽ എനർജി ഒക്കെ പുറത്തേക്ക് വന്നതായിട്ട് തോന്നിയത് കേട്ടോ. അതുവരെ ഒരാളിങ്ങനെ നോക്കും, ഒരാളിങ്ങനെ പാടും, അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ ഡ്യുവറ്റ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള വേറൊരു ഭംഗിയും കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സിംഗിങ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. എനിക്ക് ഈ പാട്ടിൽ ഭയങ്കര ഇഷ്ടം എന്താ അറിയോ, ഇതിൻ്റെ കമ്പോസിഷൻ ട്യൂൺ ഒരുപോലെ പോകുന്നതാണെങ്കിലും പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് പോകും. സെയിം ട്യൂണാണ്, ഒരേ ആളാണ് പാടിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറുമ്പോഴത്തേക്കും അത് നമ്മൾ പെർസീവ് ചെയ്യുന്ന രീതിയെ മാറുകയാണ്. വി ഫീൽ എൻറ്റയർലി ഡിഫറെൻറ്റ്. ഒരു വരി ഇങ്ങനെ വരും, മറ്റേ വരി ഇങ്ങനെ വരും. ഇറ്റ് ഈസ് അമേസിങ്, ബ്രില്യൻറ്റ്. എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. അങ്ങനെ കാണിച്ചു തന്ന ഒരു പാട്ടാണ്. ആൻഡ് യു ഗൈസ് ഡിഡ് അമേസിങ്. ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ശ്രേയക്കുട്ടിക്ക് ഇപ്പോഴും കുറച്ച് ധൈര്യം വന്നില്ല എന്ന് തോന്നുന്നല്ലേ ഡാൻസ് ചെയ്യാൻ? നാണോ? ആണോ? അത് ഞാനാ പഠിപ്പിച്ചു കൊടുത്തത്. അതാണ് ടീച്ചറിനെ നോക്കി ഡാൻസ് ചെയ്യണത്. അതാണ് അനുഷ്ക ടീച്ചറാണോ? നമുക്ക് കുറച്ച് വർഷം പഠിച്ചിട്ടുണ്ട് ഡാൻസ്, പക്ഷെ അരങ്ങേറ്റൊന്നും കഴിഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ ശ്രീയക്ക് ഡാൻസ് ഒട്ട് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാ ഞാൻ രസമുണ്ടായിരുന്നടാ, എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ചെറിയ പ്രൊനൗൺസിയേഷൻ ഇപ്പം ഘനശ്യാമ ഖ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് വരണം. എസ്പെഷ്യലി ശ്രീകുട്ടിയുടെ അത് എപ്പോഴും പറയണമെന്ന് തോന്നുന്നു അല്ലേ? ചില മലയാളം ഇത് വരുമ്പോഴത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് പറയേണ്ടി വരും. ചിലപ്പം ഖ വരുമ്പോൾ ഖ എന്ന് തന്നെ പറയേണ്ടി വരും. രസമായിരുന്നടാ. ഓവറോൾ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു നിങ്ങൾ പെർഫോം ചെയ്തപ്പം. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഈ ഡ്യുവറ്റ് അതിങ്ങനെ ഒരു ഹൃദയമായിട്ട് വരുമ്പോഴുണ്ടാകുന്ന ഒരു സൗന്ദര്യം അതുണ്ടായിരുന്നു കേട്ടോ. അതെ, താങ്ക് യു സർ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രണ്ടുപേരുടെയും കളർഫുൾ ഗ്ലിറ്ററിങ് ആ ഒരു വേഷം ഉണ്ടല്ലോ, അത് റിയലി ആ ലൈറ്റിങ്ങും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ഈ പാട്ടിനെ അവിടെ കൊണ്ട് ഇരുത്തിയ പോലെ ഉണ്ട്. അപ്പോൾ വെറുതെ ഇരുത്തുകയല്ല, അത് നന്നായിട്ട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഇങ്ങനെ ആ പാട്ട് അവിടെ ഇരിക്കുകയാണ്. ദാറ്റ് ഇസ് വെരി നൈസ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ടീച്ചർക്ക്, അനുഷ്ക ടീച്ചർക്ക് ഡാൻസ് ചെയ്യുമ്പോഴത്തേക്കും പേടിയില്ല, പക്ഷെ പാട്ട് പാടുമ്പോഴത്തേക്കും ഒരു ടെൻഷനും പേടിയുമുണ്ട്. സത്യല്ലേ? ചെറുതല്ല, കുറച്ചും കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ വോയിസ് ചില സ്ഥലങ്ങളിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് വോയിസ് വയ്യാത്തതുകൊണ്ടാണോ അതോ ടെൻഷൻ കാരണം?
അതാണ് എനിക്കറിയേണ്ടത്. വയ്യായില്ല. വയ്യാക്കില്ല. അപ്പോൾ ഇത് തന്നെയാണ് അതിന് കാരണം. ടെൻഷനാണ്. ഒരുപാട് സ്ഥലത്ത് വിറച്ച് പാടി തെറ്റിയ മനുഷ്യനാണ് ഇവിടെ ഇരിക്കണത്. അപ്പൊ എനിക്കത് മനസ്സിലാവും. അങ്ങനെ ഒരു മനുഷ്യനാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മളെല്ലാം അത്തരം മനുഷ്യന്മാരായതുകൊണ്ട് നമുക്ക് ടെൻഷൻ വരുമ്പോൾ ചെറുതായിട്ട് വിറയ്ക്കും ഇല്ലേ? അപ്പൊ അത് വേണ്ടല്ലോ കുഞ്ഞേ. നമ്മളിവിടെ കൂട്ടുകാരല്ലേ ഇരിക്കണേ. ലോകമ്പാട് എത്ര പേര് ഇത് കണ്ടോണ്ടിരിക്കുന്നു. അനുഷ്കിനെയും ശ്രീയെയും ഇത്ര അധികം ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് അങ്ങോട്ട് പാടിക്കൊടുക്കുകയാണ്. വളരെ സൗന്ദര്യത്തോടുകൂടി പാടിക്കൊടുക്കുകയാണ്. വളരെ ഇഷ്ടത്തോടെ പാടിക്കൊടുക്കുകയാണ്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ഒരു ചിരി ഉണ്ട്. എപ്പോഴും ഡ്യുവറ്റ് ഒന്നിച്ച് വരുമ്പോഴത്തേക്കും രണ്ടുപേരും അങ്ങോട്ടുള്ള ചിരി ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ചിരി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ സ്മൈൽ എന്ന് പറഞ്ഞാൽ എൻജോയ്മെൻ്റ് ആണ്. ആ എൻജോയ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ എൻജോയ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഘനശ്യാമയിൽ ഖന എന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ശ്രുതി ചേർന്നത്. അതുപോലെ ഇവിടെയും കുറച്ച് ടെൻഷൻ ഉണ്ട് കേട്ടോ. അത് വെളിയിൽ കാണിക്കുന്നില്ലെങ്കിലും എനിക്കറിയാം, കണ്ടുപിടിച്ചു. അത് ഉള്ളിലാണ്. ശ്രീയ അത് ക്യാമഫ്ലാഷ് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട് ആ ടെൻഷൻ. എനിക്ക് ടെൻഷനൊന്നും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ചിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഉള്ളിൽ ടെൻഷൻ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് വേണു വൂതി എന്നുള്ളത് കട്ടായി പോയത്. ഇല്ലേ? ശരിയല്ലേ? അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. സാരമില്ല. ഇനി നെക്സ്റ്റ് പ്രോഗ്രാമിന് നമുക്ക് ടെൻഷൻ ഇല്ലാതെ പാടി നമുക്ക് പൊളിക്കാം. ഓക്കെ, എന്തായാലും കൊള്ളാം. രണ്ടുപേരും നന്നായിട്ട് പാടി. അനുഷ്കയും അതെ, ശ്രീയക്കുട്ടിയും. പാട്ടിലെ ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ട്യൂണും എല്ലാം നോക്കുകയാണെങ്കിൽ വളരെ കറക്റ്റായിട്ട് പാടി. താങ്ക് യു സർ. പിന്നെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഒന്ന് പറഞ്ഞത്. പ്യാടി. അപ്പോൾ നമുക്ക് ആ ഭയം, പേടി ഉള്ളിലുണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ പേടി ഉണ്ടാവുന്നത് അല്ലേ? പിന്നെ ഇത്രയും ആൾക്കാർ ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ടൊരു പേടി. അങ്ങനെ രണ്ടു തരത്തിൽ പേടിയുണ്ട്. ഇതിൽ ഏത് പേടിയാണ് നിങ്ങൾക്കുള്ളത്? രണ്ടാമതില്ല. ഇത്രയും ആൾക്കാർ നോക്കി നിൽക്കുമ്പോൾ ഉള്ള പ്രശ്നം അതാണ്. ആ പേടി ഒഴിവാക്കിയില്ലെങ്കിൽ ഭാവിയിലുള്ള ഒരു പ്രോഗ്രാമിലും പേടിക്കാതെ പാടാൻ പറ്റില്ല. അതുകൊണ്ട് ശരിക്കും അത് മാറ്റിയെടുക്കണം. ഇവിടെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളാണ് രാജാക്കന്മാരെന്നുള്ള, രാജ്ഞിമാരെന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം. പാടാനുള്ള കോൺഫിഡൻസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇന്ന് ഞാൻ തകർക്കുമെന്ന് വിചാരിച്ചിട്ടേ പാടാവുള്ളൂ. കുഴപ്പമില്ല. ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. എനിക്ക് ഈ പറഞ്ഞ പേടി മാറ്റിയാൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ആവും. ഇതിൽ വേറെ ഒന്നുമില്ല കുട്ടികളെ. നന്നായിട്ട് പാടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പോൾ മാർക്കിലേക്ക് പോവാം. അനുഷ്ക് ഈസ് ഗോയിങ് ടു ബി അവാർഡഡ് 96.75. താങ്ക് യു സർ. Shreya Ghoshal going to be awarded 96.25 plus 0.5 equals 96.75. ആലോചിക്കെന്നാൽ എന്തായിരിക്കും? രണ്ടുപേരും ഹാപ്പി അല്ലേ? വേറെ മാർക്കൊക്കെ കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ, ടാറ്റാ, ഗുഡ് നൈറ്റ്. അപ്പൊ എന്താ ഒഴിവാക്കേണ്ടത്? പേടി. ആര്യ ചേച്ചി, ഓ, ഇനി കുട്ടൂസ് വരാൻ പോവാണ്. വിളിക്കൂ. വിളിക്കട്ടെ. ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. കൂടിയില്ലേ? ഒരു സന്തോഷം കൂടിയില്ലേ? നമ്മുടെ റുജ്വൽ കുട്ടനാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം റുജ്വൽ ഓൺ സ്റ്റേജ്. ഹായ് കുട്ടൂസേ. ഹായ്. ഹലോ ഹലോ, വെൽക്കം. റുജ്വലോട്ടാ, എന്തോ എങ്ങനെയുണ്ട് ബാറ്റ്? ബാറ്റൊക്കെ ഞാൻ നാട്ടിൽ കൊണ്ടുപോയി 6 ഒക്കെ അടിച്ചു ഗ്രൗണ്ടിൽ. ഞാൻ അത് ചോദിക്കാനാ നിക്കുന്നത്. എങ്ങനെയുണ്ട് ക്രിക്കറ്റ് എന്നാണ് ചോദിക്കാൻ പോണേ ഞാൻ. ഇവിടുന്ന് തന്നെ ഒരു 2 4ഉം ഒരു 6ഉം അടിച്ചത്. അതെ, ഞാനാ ബോൾ ചെയ്തേ മാത്രം. അവിടെ എത്ര സിക്സ് അടിച്ചേടാ? അവിടെ 2 3 ഒക്കെ അടിച്ചു. 2 3 മൂന്നെണ്ണമൊക്കെ അടിച്ചു. അതെങ്ങനെയാ സിക്സ് അടിക്കുന്നത്? 6 വലിച്ചടിക്കാം. ആണോ? അതൊരൊറ്റ അടിയാണോ? അപ്പൊ സ്റ്റംസിൽ കൊണ്ട് എന്ത് ചെയ്യും? സ്റ്റെമ്പിൽ കൊണ്ട് ഔട്ടാവും. ഔട്ടാവും. അപ്പൊ സിക്സ് അടിക്കുമ്പോ ഏറ്റവും ശ്രദ്ധിക്കണം എന്നാ? 6 അടിക്കുമ്പോ ക്യാച്ച് ഔട്ട് ആവാതെ നോക്കണം. പൊന്തിച്ചടിക്കാൻ പോലില്ല. പൊന്തിച്ചടിക്കാൻ പാടില്ല. കളിക്കണത് എവിടെയാ? വീടിനടുത്ത് തന്നെ ഗ്രൗണ്ടോ? വലിയ ഗ്രൗണ്ടാ. വലിയ ഗ്രൗണ്ട് ഉണ്ട്. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ ദൂരെ 6 അടിച്ചിട്ട് ബോള് കാണാണ്ടായ ഔട്ടാവോ? അത് ചിലവരെ ചിലവരെ അങ്ങനെ ആക്കും. എന്റെ നാട്ടിലൊക്കെ അങ്ങനെയാ. നല്ല ദൂരെ അടിച്ചിട്ട് ചിലപ്പോ ബോള് കാട്ടിപ്പോവും. അപ്പൊ പറയാ നീ ഔട്ടായി എന്ന് പറയും. ക്യാപ്റ്റൻ, യെസ്, ഇവനെ കുറിച്ച് കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്കൊന്നും അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്, ഒരുപാടുണ്ട്. അത് കേൾക്കണം എന്ന് ഞാനിങ്ങനെ കാത്തിരിക്കായിരുന്നു. ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോണേ, കാണാൻ പോണേ. ഒരു പ്രൊഫൈൽ വീഡിയോ കാണാം.
റിജലിനെ നോക്കാൻ വന്നതാ. ഓനെ പറ്റി അറിയാൻ വന്നതാണെങ്കിലേ ഓനോട് ചോദിക്കുന്നതിനെക്കാട്ടി നല്ലത് എന്നോട് ചോദിക്കുന്നതാ. ഓൻ്റെ അച്ഛൻ ജോത്സ്യനായോണ്ട് ആൺകുട്ടിയാണ്. അച്ഛന്റെ പ്രവചനം തെറ്റിയില്ല. രണ്ടാമതായി പ്രവചനം നടത്തി. കലാപരമായിട്ട് പ്രാവീണ്യമുണ്ടാവും, പ്രത്യേകിച്ച് സംഗീതത്തിൽ. പാടമോനെ ഒന്ന് ചിരിച്ചൂടെ എനിക്ക്? അവൻ പാടുന്നൊക്കെ പറഞ്ഞിട്ട് മിണ്ടുന്നുമില്ല, അവനൊന്ന് ചിരിക്കുന്ന പോലുമില്ലല്ലോ. പ്രവചനം തെറ്റി. ചില ദോഷങ്ങളുണ്ട്. അഗജാനന പത്മാർക്കം ഗജാനന മഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ. എന്തെല്ലോ ചെയ്തു. അപ്പോ ഒരു ദിവസം നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീരാടുവാൻ നിളയിൽ റിജ്വലും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് പാട്ട് പാടുന്നത് ഞാൻ പലതവണ ശ്രദ്ധിച്ചു. ഇക്കാര്യം ഞാൻ അമ്മയോട് സൂചിപ്പിച്ചു. മലയാള പാഠഭാഗത്തെ കവിതകളൊക്കെ റിജ്വൽ കൃഷ്ണയിലൂടെയാണ് ക്ലാസ്സിൽ ഞാൻ അവതരിപ്പിക്കാറ്. ഓന് സ്കൂളിൽ കുറച്ച് ചങ്ങാതിമാരുന്നുണ്ട്. ഇടത്തുനിന്ന് ആദ്യം ഇഷാൻ, രണ്ടാമത് പ്രജേതസ്, മൂന്നാമത് ശ്രാവൺ, നാലാമത് ദയാല്. കൂട്ടത്തില് കൊമ്പൻ എവിടെ? ഓന് പെൺപിള്ളേരൊന്നും അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് സെൽഫിലിട്ട് പൂട്ടിയത്. പക്ഷെ അവന് ഇഷ്ടപ്പെട്ട കുറച്ച് പെൺപിള്ളേരെല്ലാം ഉണ്ട്. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ. എന്തൊക്കെ പറഞ്ഞാലും ഓൻ ഇപ്പൊ പാടാൻ തുടങ്ങി. ഇപ്പൊ എവിടെയാ എത്തിയേക്കുന്നത് എല്ലാവർക്കും അറിയാലോ. ഇത്രയൊക്കെ എത്തിയിട്ടും ഓന് ചിരിച്ചാടാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നിങ്ങൾക്കും ഇല്ലേ? നിങ്ങൾ നോക്കിയിരിക്കലേലും ഓൻ ചെയ്യിക്കൂല. അപ്പൊ ശരി, ലാസ്റ്റ് ഡയലോഗ് ഓണെന്ന് പറയട്ടെ. ഞാൻ റിജ്വൽ കൃഷ്ണ. ഈ കുഞ്ഞൂസ് വന്ന പിന്നെ ടോപ്പ് സിംഗർ സീസൺ 6 പവർ പാക്ഡ് ഗ്യാരണ്ടിയാണ്. ഇതാ നിൽക്കുന്നത് പവർ പാക്ക് ഗ്യാരണ്ടി. പാവയ്ക്ക് ഡബ് ചെയ്ത് റിജ്വലാണോ? അത് എന്റെ ഫ്രണ്ടിനെ കൊണ്ടാക്കിപ്പിച്ചത്. ചെറിയ റിജ്വലിന്റെ പോലെ ഉണ്ടല്ലേ? നമ്മുടെ ജാക്കിയും ആദർശം കൂടെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിഗംഭീരാണ്. റിജ്വൽ കുട്ട, നാലാമത്തെ ഫ്രണ്ടിന്റെ പേരെന്താ? ദയാലോ? വെറുതെ അല്ല, പച്ച ഷർട്ട് ഇട്ട കുട്ടിയുടെ പേര് ദയാലെന്നാ. ഞാൻ കറക്റ്റ് തന്നെയാണോ പറഞ്ഞത്? കേട്ട് തെറ്റിപ്പോയോന്ന്. കൊള്ളാം. റിജ്വല എന്താ പറഞ്ഞ? പവർ പാക്ഡ് ഗ്യാരണ്ടി എന്താ? എനിക്ക് അർത്ഥം മനസ്സിലായില്ല. സൂപ്പറാണ്, ഭയങ്കര എനർജി. പവർ പാക്ഡ് ആണെന്ന്, പവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കാന്ന്, ഫുള്ള് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ല, അവസാനം ബൊമ്മ പറഞ്ഞതേ നിങ്ങളിങ്ങനെ നോക്കണ്ട, ഓൻ ചിരിക്കൊന്നുമില്ല. കിട്ടില്ല വീഡിയോ, കിട്ടില്ല ഫ്രണ്ട്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ എൻട്രി പോർഷനാ. അങ്കിളെ, ഞാനൊരു പുഴയിൽ ഇരുന്നിട്ട് പാട്ട് പാടുന്നുണ്ടായിട്ടേ. പുഴയല്ലത്, കുളമല്ലേ? ആ കുളമില്ലേ, ഒരാള് 1 വർഷം കൊണ്ട് 1 ലക്ഷം കല്ലുകൊണ്ട് നിർമ്മിച്ച കുള. ആണോ? അത് കണ്ണൂരാണോ? കാസർഗോഡ് നീലേശ്വരം. നല്ല രസം. എനിക്ക് അത് കണ്ടപ്പോ അവിടെ വരണം തോന്നി. ആ കല്ലല്ലേ? എല്ലാവരും വരൂ. കണ്ണൂർ, കാസർഗോഡ് ഇടങ്ങളിൽ ഒരുപാട് എവിടെയാണത്? ഏത് അമ്പലം? ശാസ്തമംഗലം. ഓക്കെ ഓക്കെ ഓക്കെ, അവിടെ വരാട്ടോ. ഇന്ന് ഏത് പാട്ടാണ്? താനേ പൂവിട്ട മോഹം. ഓക്കെ, പോരട്ടെ, ഡീറ്റെയിൽസ് പോരട്ടെ. സിനിമ സസ്നേഹം,
വർഷം 1990. ലിറിക്സ് PK ഗോപി സാർ. മ്യൂസിക് മോഹൻ സിത്താര അല്ല, രവീന്ദ്ര മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ. ജോൺസൺ മാസ്റ്റർ. പാടിയത് G വേണുഗോപാൽ സാർ. വെരി ഗുഡ്. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? ആ, മോഹൻ പോണിയോ? അണിയും അല്ലേ? അണിയിക്കും. ഓക്കെ, ഓൾ ദ All the ബെസ്റ്റ്. best. താങ്ക് യു. താനേ പൂവിട്ട മോഹം മൂക്കം വിതുമ്പും നേരം താനേ പൂവിട്ട മോഹം മൂക്കം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്തനുംബരമായി. ഓമൽക്കിനാവുകളെല്ലാം കാലം നുള്ളിയെറിഞ്ഞപ്പോൾ ദൂരെ നിന്നും തെന്നൽ ഒരു ശോകനിശ്വാസമായി. ഓമൽക്കിനാവുകളെല്ലാം കാലം നുള്ളിയെറിഞ്ഞപ്പോൾ ദൂരെ നിന്നും തെന്നൽ ഒരു ശോകനിശ്വാസമായി. തളിർച്ചൂടുന്ന ജീവന്റെ ചില്ലയിലെ രാഗിളി പാടാത്ത യാമങ്ങളിൽ ആരോ വന്നെൻ കാതിൽ ചൊല്ലി തേങ്ങും നിന്റെ മൊഴി. താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്തനുംബരമായി. ഓർമ്മച്ചരാതുകളെല്ലാം ദീപം മങ്ങിയെറിഞ്ഞപ്പോൾ ചാരേ നിന്നു നോക്കും മിഴിക്കോണിലൊരശ്രുബിന്ദു. ഓർമ്മച്ചരാതുകളെല്ലാം ദീപം മങ്ങിയെരിഞ്ഞപ്പോൾ ചാരേ നിന്നു നോക്കും മിഴിക്കോണിലൊരശ്രുബിന്ദു. കുളിർ ചൂടാത്ത പൂവന സീമകളിൽ പൂമഴ പെയ്യാത്ത തീരങ്ങളിൽ പോകുമ്പോൾ കാതിൽ വീണു തേങ്ങും നിന്റെ മൊഴി. താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്തനുംബരമായി. വെരി ഗുഡ്, വെരി ഗുഡ് മാനെ, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. എന്തൊരു ഇമ്പ്രൂവ്മെന്റ് ആണ് നമ്മുടെ റുജ്വൽ കുട്ടന്. താങ്ക് യു. ആ ശോക നിശ്വാസമായി എന്ന് പാടിയില്ലേ, സൂപ്പറായിരുന്നു. ആ, താങ്ക് യു. പിന്നെ ഓർമ്മച്ചരാതുകൾ അത് പാടിയില്ലേ, ഉം. അതെന്തായിരുന്നു? ഓർമ്മച്ചരാതുകൾ
ചാരേ നിന്നു നോക്കും ആ. മിഴിക്കോണിലൊരശ്രുബിന്ദു. വെരി നൈസ്. താങ്ക് യു. ഇതിനാണ് എന്ത് പറയുന്നത്, ഹൃദയാർദ്രം. ഓ നമ്മുടെ റിജ്വൽ കുട്ടൻ ഇങ്ങനെ പാടുമ്പോഴേ എനിക്ക് തോന്നിയത് എന്താ വെച്ചാ, അവൻ ഈ ഒരു പാട്ടിനെ അവന്റെ കൂട്ടുകാരനായിട്ട് അവൻ കൊണ്ടു നടക്കുക. അതെ അതെ. കൂടെ ആ കൂട്ടുകാരന് കുറച്ചൊരു സങ്കടം ഉണ്ടല്ലേ, സങ്കടമുള്ള കൂട്ടുകാരനാണ്, കുറച്ച് വളരെ പെയിൻ ഉള്ള ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ ആ കൂട്ടുകാരനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് റിജ്വൽ കുട്ടനെ ഇങ്ങനെ സ്നേഹിക്കണം, കരയില്ലേ 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 എന്ന് പറഞ്ഞ് അങ്ങനെ ഈ പാട്ടിനെ കൊണ്ടു നടക്കുന്ന പോലെയാ. അതിനൊരു നല്ല കഴിവ് കൊടുക്കാം. എനിക്ക് തോന്നിയിട്ടോ കറക്റ്റ്. അത് സൂപ്പറായിരുന്നു. താങ്ക് യു. പിന്നെ കുറച്ചും കൂടെ എക്സ്പ്രഷൻസ് നമ്മൾ പല പ്രാവശ്യം നമ്മൾ പറയൂലേ, ഇങ്ങനെ എക്സ്പ്രഷൻസ് കൊടുക്കണം റിജ്വല എന്ന് പറയും. അപ്പോൾ അത് റിജ്വലിന് മനസ്സിലായിട്ടുണ്ട്. അത് ഇതിൽ നന്നായിട്ട് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളുണ്ട്. ദാറ്റ് ഇസ് വെരി ഗുഡ്. താങ്ക് യു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം എടുക്കുന്നത് ഒരുപാട്. ശ്വാസം കിട്ടുന്നില്ല. ശ്വാസം കിട്ടാത്തോണ്ടാണോ? ആ, ശ്വാസം കിട്ടാൻ എന്ത് ചെയ്യണം? ശ്വാസം എടുക്കണം. ശ്വാസം എടുക്കണം. എത്ര ശ്വാസം എടുക്കണം? ശാന്ത നൊമ്പരമായി, ശാന്ത കഴിഞ്ഞ ശ്വാസം, നൊമ്പര കഴിഞ്ഞിട്ട് ശ്വാസം, മായി കഴിഞ്ഞിട്ട് ശ്വാസം, അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. ഒറ്റ ശ്വാസം എടുത്തിട്ട് ശാന്ത നൊമ്പരമായി പാടണം. പഠിക്കേ. ശാന്ത നൊമ്പരമായി. അത്രേ ഉള്ളൂ, അതിൽ കൂടുതലില്ല. തളിർ ചൂടുന്ന ജീവന്റെ, അത് ഒരു ശ്വാസത്തിൽ പാടിയേ. തളിർ ചൂടുന്ന ജീവന്റെ ചില്ലയിലെ ശ്വാസം. രാക്കിളി പാടാത്ത യാമങ്ങളിൽ ശ്വാസം. ആരോ വന്നൻ കാതിൽ ചൊല്ലി തേങ്ങും നിന്റെ മൊഴി. ഇപ്പൊ ശ്വാസം റൈറ്റ് ആണ്, അതും വെരി ഗുഡ് ആണ്. ക്യാപ്റ്റൻ, യെസ്. വാട്ട് ആർ യുവർ തോട്ട്സ് അബൌട്ട് ദിസ്? നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് വെച്ചിട്ട് നോക്കുമ്പോൾ ഉണ്ടായ പ്രോഗ്രസ് ഭയങ്കര രസമായിട്ട് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട് റിജ്വൽ കുട്ട, വിച്ച് ഇസ് അമേസിങ്. താങ്ക് യു. പിന്നെ ആ ഫീലിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് ധാരണ വരാൻ തുടങ്ങി. ഇപ്പൊ ചെറുങ്ങനെ വരിയൊക്കെ അങ്ങ് ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ നല്ല നല്ല രസത്തില് ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് ഇങ്ങനെ അവിടെ ഇവിടെയും കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. എനിക്കും ഈ പറഞ്ഞ പോലെ ബ്രെത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാ തോന്നിയത്. ശ്വാസം കിട്ടാണ്ട് പാടുകയാണ്. പക്ഷെ എനിക്ക് ആ ശോകനിശ്വാസമായി എന്ന് പാടിയ ഭാഗം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഓമൽ കിനാവുകളെല്ലാം സെക്കൻഡ് റിപ്പീറ്റ് പാടിയതും ഭയങ്കര രസമുണ്ടായിരുന്നു. സെയിം വേ ചരണവും ബെറ്ററായി വരുമായിരുന്നു പാട്ട്. നീ മിടുക്കനാണ്, നീ മിടുമിടുക്കനാണ്, നീ ഇങ്ങനെ ഇങ്ങനെ അടിപൊളിയായി അടുത്തടുത്ത പാട്ടുകൾ വരുമ്പം പെർഫോമൻസസ് വരുമ്പം ഇതിലും അടിപൊളിയായി പെർഫോം ചെയ്യും അല്ലേ? ഓൾ ദി ബെസ്റ്റ്. എനിക്കൊരു സംശയമുണ്ട് ക്യാപ്റ്റൻ, ഈ റിജ്വൽ കുട്ടനെ കുട്ടൂസിനെ മറക്കുന്നുണ്ടോ? ഒരു സംശയമുണ്ട്. ഇല്ല. ഉണ്ട്. പണ്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ വരുമ്പോഴത്തേക്കും അത് എന്റെ അടുത്ത് കുട്ടൂസാണെന്ന് പറഞ്ഞു. അത് കല്യാണം വിളിക്കാത്തതുകൊണ്ട് ഇപ്പൊ കുട്ടൂസിനോട് കൂട്ടാ. ഇപ്പൊ കൂട്ടാ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ക്രിക്കറ്റ് ഒക്കെ കളിച്ചിട്ടല്ലേ പോയത്. ഇപ്പൊ ഫ്രണ്ട്സ് ആണ് നമ്മൾ. പക്ഷെ കുട്ടൂസിനെ പറ്റി ഒന്നും പറയാറില്ലല്ലോ, അതാ ചോദിച്ചേ. കുട്ടൂസ് ഇപ്പൊ സുന്ദരിയായിട്ടുണ്ട്. ഇന്ന് നല്ല സുന്ദരി. പനി പിടിച്ചാൽ സുന്ദരിയാവും. എന്താ സൗന്ദര്യാവും. താങ്ക് യുടാ, നീ മുത്താണ്. ഇനി മധുച്ചേട്ടനെ പറ്റി പറ. സൂക്ഷിച്ച് പറയണം, മധുച്ചേട്ടനാണ് ഇനി അടുത്തത് പാടിയിട്ടില്ലെന്ന് പറയാൻ പോണേ. മധു സാറിനെ കണ്ടിട്ട് കൊറേ നാളായി. മിസ്സൊക്കെ ഞാനതൊക്കെ പറയാൻ മിസ് ചെയ്തോ? മിസ് ചെയ്തു. കുട്ടൂസിനെ മാത്രമേ മിസ് ചെയ്യുള്ളൂ എന്ന് ഉണ്ടല്ലോ, പിന്നെ എങ്ങനെ മിസ് ചെയ്യല്? അപ്പൊ ഞാൻ പോവാത്തതാണ് പ്രശ്നം. നമ്മളെവിടെ പോവാത്തതാണ് പ്രശ്നം. അപ്പൊ എന്തായാലും ഞാനും ഇവിടെ എല്ലാം മിസ് ചെയ്തു. പറഞ്ഞ പോലെ എല്ലാവരും മിസ് ചെയ്തു. ഞാനും ഇങ്ങനെ വിചാരിക്കുക കുറെ നാളുകൾക്ക് ശേഷം വന്നപ്പോഴേ എന്ത് ഇമ്പ്രൂവ്മെന്റ് ആണ്. താങ്ക് യു. റിജ്വൽ കുട്ടന് ഉഗ്രനായിട്ടുണ്ട് കേട്ടോ, വളരെ നന്നായിട്ട് പാടി. പല ഭാഗങ്ങളും ഇപ്പൊ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്നുണ്ട്. ഈ വരികൾ അറിഞ്ഞു പാടുന്നുണ്ട്, അർത്ഥം അറിഞ്ഞു പാടുന്ന പോലെ ഉണ്ട്. ശരിക്കും അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നോ? നല്ല ഫീൽ കൊടുക്കണം എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞോ? ഗ്രൂമേഴ്സും പറയാറുണ്ട്, അമ്മയും പറയാറുണ്ട്. ആണല്ലേ? വെറുതെ അല്ല ഈ മാറ്റം കൊള്ളാം. താങ്ക് യു. അപ്പൊ എനിക്കും ഈ പറഞ്ഞ പോലെ പല്ലവി എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടതിലും ആ ഗാനം എന്നുള്ള ഭാഗം മാത്രം കുറച്ചൊന്ന് ശ്രുതി ചേരാൻ തോന്നി. പിന്നെ ഓമൽ കിനാവുകൾ തുടങ്ങിയില്ലേ, അത് അത്ര ഷൗട്ട് ചെയ്ത പോലെ തോന്നി. പിന്നെ ശോക നിശ്വാസമായി എന്നുള്ളതുണ്ടല്ലോ, അതിമനോഹരായിരുന്നു, ഉഗ്രനായിട്ട് പാടി. പിന്നെ ശ്വാസത്തിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. തളിർ ചൂടുന്ന ജീവന്റെ ചില്ലയിലെ രാക്കിളി പാടാത്ത യാമങ്ങളിൽ, അതുപോലെ തന്നെ ചരണത്തിൽ കുളിർ ചൂടാത്ത പൂവന സീമകളിൽ പൂമഴ പെയ്യാത്ത തീരങ്ങളിൽ, അതൊക്കെ കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ.
ബാക്കി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബാക്കിയെല്ലാം ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് എന്തായാലും ഈ ഇമ്പ്രൂവ്മെന്റിനെ പറ്റി അത് പറയാതിരിക്കാൻ വയ്യ. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. വെരി ഗുഡ്. അങ്ങനെ അങ്ങോട്ട് പോട്ടെ. സൂപ്പറായി വരട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്തോ ഈ പാട്ടിന് വേറൊരു പ്രത്യേകത ഉണ്ട്. വേണിച്ചേട്ടന്, നമ്മുടെ ജി വേണുഗോപാൽ, അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടും കൂടെയാണ്. അതെ. അപ്പോൾ വേണിച്ചേട്ടന് ഒരു വലിയൊരു നമസ്കാരം നമ്മുടെ ഭാഗത്തു നിന്നും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ന്ന്. അപ്പോൾ നമ്മുടെ കുട്ടൂസ് ഗോയിങ് ടു ബി അവാർഡഡ് 97.5 on 100 today. താങ്ക് യു. മാർക്ക് പറയുന്നത് വരെ അവനിങ്ങനെ നിൽക്കുക. ഹാപ്പി ആണോടാ? ഹാപ്പി. ഈ മാർക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇത്രേ വേണ്ടു. അങ്ങനെ പറയരുത്. അധികം എനിക്ക്. അയ്യോ, അയ്യോ, അങ്ങനെ പറയരുത്. നമ്മൾ മിനിമം 100 അങ്ങനെ വെക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. 100 ആക്കാൻ നോക്കണം. എനിക്ക് ഇതേ വേണ്ടെന്നുള്ള ചിന്ത മാറ്റണം. എനിക്കിത് മതി. എനിക്കിത് അധികമാണ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മധുങ്കൾ, ഇനിയൊരു ഡിവേറ്റ് പെർഫോമൻസ് ആ വരുന്നത്. അതിൽ നമ്മൾ എല്ലാവരും കാണാൻ കൊതിച്ചിരിക്കുന്ന 2 പേരാണ് എത്തുന്നത്. സ്പെഷ്യൽ ആയിട്ടുള്ള 2 പേരാണ് നമുക്ക് എല്ലാവർക്കും. നമ്മുടെ ശിവകാമി കുട്ടിയും മൈഥിലി കുട്ടിയും എത്തുന്നു. ലെറ്റ്സ് വെൽക്കം മൈഥിലി ആൻഡ് ശിവകാമി ഓൺ സ്റ്റേജ്. ശിവകാമി കുഞ്ഞേ, എന്തോ എങ്ങനെയുണ്ട് ഇപ്പോ? കുഴപ്പമില്ല. അലർജി പ്രശ്നങ്ങൾ ഇല്ല. എല്ലാം മാറി. കുറച്ച് ദിവസം വയ്യായിരുന്നല്ലേ? അതൊക്കെ മാറിയില്ലേ? എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് കേട്ടോ. മൈഥിലി കുഞ്ഞേ, എന്തോ എന്ത് പറയുന്ന വിശേഷം? ഞാനാണെങ്കിൽ കോട്ടയം റവന്യൂ ജില്ലാ കലോത്സവത്തിന് പോയിട്ട് എനിക്ക് ലളിതഗാനത്തിന് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ട്. ഒത്തിരി പേരുണ്ടല്ലോ. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? 2 പേരും കൂടെ കനകനിലാവേ തുയിലുണരൂ. ഓക്കെ. തരള വസന്തം വരവായി. ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? അതെ. അപ്പൊ അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ്? സിനിമ കൗരവർ, സംഗീതം SP വെങ്കടേഷ് സാറ്, എഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാർ, വർഷം 1992, പാടിയത് യേശുദാസ് സാറും ചിത്രാമ്മയും. പുട്ടുപോലെ പറയണേ. അതെ, നമ്മുടെ ഈ 2 കുഞ്ഞുങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാ, മൈഥിലി കുട്ടി നന്നായിട്ട് എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കും. ശിവകാമി കുഞ്ഞാണെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മറുപടി അത്രേ ഉള്ളൂ. അപ്പൊ അത് 2 രീതികളാണ്. പക്ഷെ രണ്ടും നമ്മുടെ കുഞ്ഞു പൊന്നു മക്കളാണ് കേട്ടോ, 2 പേരും കേട്ടോ. അപ്പൊ ഗംഭീരാക്കണേ. ആക്കൂലേ? അല്ലെങ്കിൽ എന്ത് കിട്ടും? അല്ലെങ്കിൽ ഇടി കിട്ടും. നന്നാക്കിയ എന്ത് കിട്ടും? അപ്പോൾ മധുരമഴയ്ക്ക് വേണ്ടി ശ്രമിച്ചോളൂ. അടിച്ച 2 പേർക്കും എന്നാലേ ഞങ്ങൾക്ക് കുറച്ച് മിഠായി കിട്ടുള്ളൂ. ആരും ദുഃഖം കൊണ്ട് പറഞ്ഞു പോയി കഴിക്കരുത്. അപ്പൊ പൊളിക്കണം. ഓൾ ദി ബെസ്റ്റ്. 2 പേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കനകനിലാവേ തുയിലുണരൂ, തരള വസന്തം മരവായി. പാപ്പ മഗ മഗമ പാപ്പ മഗ മഗമ പാപ്പ സനീപ മാഗ, പാപ്പ മഗ മഗമ പാപ്പ മഗ മഗമ പാപ്പ സനീപ മാഗ, സ മാമ മാമ മഗ സാ സ സാ സ ഗ സ നി 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 സാ സ സാ ഗമ പാ മ പ നി പ നി സാ നി സ നി പ മ പ മ ഗമ പാ മ പ നി പ നി സാ. കനകനിലാവേ തുയിലുണരൂ, തരള വസന്തം മരവായി. മലയോര പൂഞ്ചോലയിൽ തളിരാമ്പൽ കൂടം തോർന്നുലഞ്ഞു പോയി, കളിമൺ
ജീവന തിരണ ഇനിയും പ്രണയം വിടരാ കനകനിലാവേ തരള വസന്തം മലയോര പൂഞ്ചോലയിൽ തളിരാമ്പൽ കൂടം തോർന്നുലഞ്ഞു പോയി കളിമണ്ണാടയാൽ സ്വരമേളാലടാ കനകനിലാവേ തുയിലുണരൂ തരള വസന്തം വരവായി ശിവകാമി ശിവകാമി മൈഥിലേ രണ്ടുപേരും നന്നായിട്ട് പാടി കേട്ടോ, ഉഗ്രനായിട്ട് പാടി. താങ്ക് യു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. താങ്ക് യു രണ്ടുപേരും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്ത് നല്ല രീതിയിൽ പാടി. താങ്ക് യു മൈന്യൂട്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ കനകനിലാവേ നമ്മുടെ ശിവകാമി കുട്ടി തുടങ്ങിയത് കുറച്ചൊന്ന് ഷാർപ്പായി കനകനിലാവേ. പിന്നെ മൂവന്തി കസമണിയും അത് മൈഥിലിക്കുട്ടിയുടെ. രണ്ടാമത്തെ മൂവന്തി അത് മൂവന്തിയിലേക്ക് അങ്ങോട്ട് എത്തിയില്ല. അതെങ്ങനെയായിരുന്നു മൂവന്തി? മൂവന്തി കസവണി മൂവന്തി താരാര മൂവന്തി പാടിയ മൂവന്തി ഒന്നുകൂടി എത്തണം. മൂ താരാര മൂവന്തി കസവണിയും മിന്നാര ചിരിമുത്തേ. ഇതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. ബാക്കിയൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ അത്, പക്ഷെ അത് അങ്ങനെ നോക്കേണ്ട കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ പാട്ട് മൊത്തത്തിൽ വളരെ മനോഹരമായിട്ട് പാടി രണ്ടുപേരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത് കേട്ടോ. രണ്ടുപേരും അസലായിട്ട് പാടി. താങ്ക് യു. ശിവകാമിക്കുട്ടി മത്സരങ്ങളിലൊന്നും പങ്കെടുത്തില്ലേ? കലോത്സവത്തിലൊന്നും പങ്കെടുത്തില്ലേ? അത് എന്നാ പറ്റിയ എന്റെ കുഞ്ഞെ? പിന്നെ എന്റെ സ്കൂളില് GUPS പൂവരണി, അവിടെ എന്റെ സ്കൂളിന്റെ ശിലാസ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പൊ അതിലെനിക്കൊരു സ്വീകരണം കിട്ടി. എന്താ നോക്കിയേ സ്വീകരണം കലോത്സവത്തിൽ. എന്റെ സ്കൂളില് എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ സുജാമ്മ, അമ്മിണിയമ്മ, അവർക്കൊരു ഹായ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഹായ് അമ്മിണിയമ്മ, സുജാമ്മ. പിന്നെ എന്റെ ഫ്രണ്ട്സും ഉണ്ട്, അക്ഷയ, നിത്യ, എർലിൻ, അഭിനവ. പിന്നെ 7ാം ക്ലാസ്സിലെ ചേച്ചിമാർക്കും. ഞാൻ പറയുമ്പോ മറന്നുപോയ കൂടെ പറഞ്ഞോളേ. അക്ഷയ, നിത്യ, എർലിൻ, അഭിനവ. പിന്നെ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കും ചേച്ചിമാർക്കും ഹായ്. ഓക്കെ. ഇനി ശിവകാമിക്കുട്ടിക്ക് എന്നെ ഒരിക്കൽ ഒരു ദിവസം എന്നെ സ്കൂളിൽ വിളിച്ച് അവിടെ നിന്ന് എനിക്കൊരു ട്രോഫി. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ ആരെങ്കിലും അന്വേഷണം പറയണോ? ഹായ് പറയണോ? ടീച്ചേഴ്സിന് പാട്ട് സാറിനൊക്കെ ഒന്ന് ഹായ് കൊടുക്കും. ഓക്കെ. ശിവകാമിക്കുട്ടിയുടെ പാട്ട് ടീച്ചർക്കും പിന്നെ ബാക്കി ടീച്ചർമാർക്ക് എല്ലാം ഞങ്ങളുടെ ഹായ്. അപ്പൊ എനിക്ക് പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാം സൂപ്പറായിട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പാടുന്ന ആ ഒരു കെമിസ്ട്രി, ആ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ് വെരി ഗുഡ്. എനിക്ക് ആ ഡ്യോ ഭയങ്കര ഇഷ്ടപ്പെട്ടെ MJ സർ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നോക്കി കോംപ്ലിമെന്റ് ചെയ്തിട്ട് പാടുന്നത് ഭയങ്കര രസമുണ്ട്. അതിൽ രസം എന്താ വെച്ചാൽ ശിവകാമിക്കുട്ടി ഇങ്ങനെ തുടങ്ങിയപ്പം വയ്യാതായോ എന്നുള്ള പോലെ ഒരു സംശയം ശിവകാമിക്ക് ഉണ്ടായപ്പം മൈഥിലി ഒരു ബിഗ് സിസ്റ്റർ ആയിട്ടെ ആ എക്സ്പീരിയൻസ് കൊണ്ട് ഇങ്ങനെ പറയാം, കുഴപ്പമില്ല, പറ്റും, ആവും, പറ്റും. അതെ, കൂൾ നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് വിടാ. അതെ, ഞാൻ അതാ പറഞ്ഞ ഒരു ബിഗ് സിസ്റ്റർ ആവുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് കുറച്ചധികം ഉള്ള പോലെ. ഞാൻ 5ലാ. രണ്ടുപേരും 10 വയസ്സ്. പിന്നെ എന്താ പറയാ, രണ്ടുപേരും ഇന്ന് ഭയങ്കര രസമായിട്ട് പാടി. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ആ ഒരു ആ ഒരു ഇമോഷനാണ് എനിക്ക് വരിക ഈ പാട്ട് കേൾക്കുമ്പോഴേ. അത് തന്നെ എനിക്ക് ഇവർ പാടിയപ്പോഴും ഫീൽ ചെയ്തു. ഞാൻ എന്തൊക്കെ കൊണ്ടോ ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു ആക്ച്വലി. അതെന്താന്നുള്ളത് എനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. പക്ഷേ ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ് പ്രൗഡ്, ഐ ഫെൽറ്റ് ഹാപ്പി. എനിക്ക് നിങ്ങൾ ഈ വേദിയിൽ നിൽക്കുന്നതും ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞു ഇമ്പ്രൂവ്മെന്റ്സ്, പ്രോഗ്രസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് യെസ്, ഇതാണ് നമ്മുടെ കുട്ടികൾ, ഇതാണ് എന്നിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. മിടുക്കികളാണ്, നന്നായി പാടുന്നുണ്ട്, ഭയങ്കര രസമുണ്ട് കാണാൻ. കണ്ടിന്യൂ ലേണിംഗ്, കീപ് സിംഗിങ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും മത്സരിക്കുന്നില്ല തമ്മിൽ. അതെ അതെ.
അവര് കൂട്ടുകാരാവുകയാണ്, അവർ സ്നേഹിക്കുകയാണ്. അതിന് കാരണമാവുന്നത് സംഗീതം. യെസ്. അതിൻ്റെ കൂടെ കൂട്ടുകാരായിട്ട് നമ്മളും ഉണ്ട്. അങ്ങനെയാണ് ടോപ്പ് സിംഗറിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷവും ഇവിടെ ഈ സീറ്റിലിരിക്കുമ്പോഴത്തേക്കും. നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും മത്സരിക്കുന്നില്ല തമ്മിൽ തമ്മിൽ. അതെ അതെ. അവര് കൂട്ടുകാരാവുകയാണ്, അവർ സ്നേഹിക്കുകയാണ്. അതിന് കാരണമാവുന്നത് സംഗീതം. യെസ്. അതിൻ്റെ കൂടെ കൂട്ടുകാരായിട്ട് നമ്മളും ഉണ്ട്. അങ്ങനെയാണ് ടോപ്പ് സിംഗറിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷവും ഇവിടെ ഈ സീറ്റിലിരിക്കുമ്പോഴത്തേക്കും. അപ്പം അങ്ങനെ മത്സരം ഇല്ലാത്തതുകൊണ്ട് അവർ രണ്ടുപേരും കണ്ടില്ലേ, അവർ ഒന്നിച്ച് പാടുന്നു, ഒരു ശബ്ദത്തിൽ അവർ പാടുന്നു എന്നുള്ളത്. ഒരു കാര്യം കൂടി ഉണ്ട്, അവർ തമ്മിൽ സ്നേഹത്തിലായി, അവർ തമ്മിൽ ഭയങ്കര ഒരു എന്താ പറയുക, ഈ സംഗീതം അവരെ അടുപ്പിച്ചു. ബോണ്ട്. അതെ, ബോണ്ടുണ്ട്. അത് മാത്രമല്ല ഈ ഒരു സാഹചര്യമായിട്ട് അവർ ഇഴുകിച്ചേർന്നു പഴയ. അതുകൊണ്ടാണ് കുറേ കൂടി ഒരു രണ്ടുപേരും ഇൻക്രെഡിബിൾ ആയിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. യെസ്, തീർച്ചയായിട്ടും. അത് സംശയമില്ലാത്ത കാര്യമാണ്. ശിവകാമി കുട്ടിക്ക് കുറച്ച് വയ്യെന്ന്. അതെ, അതെനിക്കറിയാം. സാരല്ല കേട്ടോ. അതുകൊണ്ടാണ് തുടക്കത്തിൽ മധുവങ്കൾ പറഞ്ഞില്ലേ, അത് കുറച്ച് ഷാർപ്പാവാൻ കാരണം അതാണ്. കാരണം ശിവകാമി കുട്ടിക്ക് അതിന് കൺട്രോൾ കിട്ടുന്നില്ല വോയിസിന്. പക്ഷെ മനസ്സിലുണ്ട് അതെങ്ങനെയാണെന്ന്. അത് ശിവകാമി കുട്ടിക്ക് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അതെ, അതാണ് നമ്മുടെ ശിവകാമി കുട്ടിയുടെ പ്രത്യേകത. പിന്നെ മൈഥിലി, എന്താ ചില സംഗതികളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ആ വരവായി അതിലൊരു സംഗതിയില്ലേ, അതെങ്ങനെ പാടിയ വസന്തം അത് ഓരോ ഇടങ്ങളിലും പെർഫെക്റ്റ്. അത് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ രണ്ടുപേരും കൂടെ ഉള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ അങ്കിളിന് ഒത്തിരി ഇഷ്ടമായി. അതിവിടെ വെക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് വേണ്ടത്. രണ്ടുപേരും കൂടെ വളരേണ്ടത്, സംഗീതത്തിൽ വളരേണ്ടത് ആ രീതിയിലാണ്. പിന്നെ ഈ സ്വരങ്ങൾ പാടുമ്പോൾ ഇപ്പൊ സാ എന്ന് നമ്മൾ പറയുന്നത് അകാരായിരിക്കണം. ചില ആൾക്കാരൊക്കെ നമ്മൾ കേൾക്കാം സ സ എന്നൊക്കെ പാടും, സാ 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 എന്നൊക്കെ പാടാം. അങ്ങനെ അല്ലാതെ സാ, അതുപോലെ ഗ ഗേ ഗ ഗ അല്ല, പാപ്പമ ഗമ ഗമ എന്ന് വരാൻ പാടില്ല. ഇത് ഗമ ഗമ, നല്ല ഗമയില് പാടണത്. ഓക്കെ, അപ്പൊ അത് ഗമ ആണ്. എന്താണ് ഗമ? അപ്പൊ പാപ്പമ ഗമ ഗമ രണ്ടുപേരും ഒന്ന് പാടിക്കേപ്പിച്ച്. അതാണ്, അത് ശ്രദ്ധിക്കണം. അതിന്റെ ഒരു സ്വരങ്ങൾ പാടുമ്പോഴത്തേക്ക് അങ്ങനെ വന്നാലാണ് അത് വളരെ ബ്യൂട്ടിഫുൾ ആവുന്നത്. അത് ദാസർ പാടുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ഒരു സ്വരം പ്രൊണൗൺസ് ചെയ്യപ്പെടേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അത് ശ്രദ്ധിക്കാം. ഇപ്പൊ രണ്ടുപേരും കൂടെ കലക്കി. അതെ, അങ്ങനെ ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഇനി നമുക്ക് മാർക്കിലേക്ക് പോകാല്ലേ ക്യാപ്റ്റൻ? യെസ്. അപ്പൊ ശിവകാമി കുട്ടി, മൈഥിലി കുട്ടി, ഇന്നത്തെ നിങ്ങളുടെ സ്കോർ ഇസ് 97.5 ഔട്ട് ഓഫ് 100. രണ്ടുപേരും ഹാപ്പി അല്ലേ? കുറച്ചുകൂടെ ഹാപ്പി ആവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ പെർഫോമേഴ്സ് ഓഫ് ദ ഡേ ആണ് ഇന്ന് രണ്ടുപേര് കേട്ടോ. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ ആര്യ വിളിക്കണ്ടേ നമുക്ക് ഗിഫ്റ്റ് തരാൻ? ആര്യ ചേച്ചിനെ വിളിക്കട്ടെ? ഓക്കെ, ലെറ്റ്സ് വെൽക്കം ആര്യ ചേച്ചി ഓൺ സ്റ്റേജ്. നമ്മുടെ ബെസ്റ്റ് പെർഫോമേഴ്സിന് വില്ലി വൈറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. All the best. Bye bye. നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഒരുപാട് വർത്താനമൊക്കെ പറഞ്ഞു, ഒത്തിരി നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടു. എല്ലാവർക്കും ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റി. അതിലൊക്കെ നമുക്കും ഒരുപാട് സന്തോഷം. ഇനി അടുത്ത എപ്പിസോഡുകളിൽ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ്, ഒരുപാട് സർപ്രൈസുകളാണ് നമ്മുടെ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് തൽക്കാലത്തേക്ക് നമുക്ക് ടാറ്റ പറയാനുള്ള സമയമായി. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.